തന്റെ ഭൂമിക്ക് കരമടയ്ക്കാൻ റവന്യൂ അധികാരികൾ അനുവദിക്കുന്നില്ലെന്ന എസ് രാജേന്ദ്രൻ MLA പരാതി പരിശോധിച്ചാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഈ ഉത്തരവിറക്കിയത്. രാജേന്ദ്രന് കൈവശമുള്ള ഭൂമി KSEBയുടേതാണെന്നും രാജേന്ദ്രൻ കരമടയ്ക്കാൻ ആവശ്യപ്പെടുന്ന മറ്റൊരു സർവേ നമ്പറിൽപ്പെട്ട ഭൂമി സർക്കാർ ഭൂമിയാണെന്നുമാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ കണ്ടെത്തിയത്. രാജേന്ദ്രന് കൈവശമുള്ള പട്ടയം വ്യാജമാണ്. ഈ പട്ടയം സംബന്ധിച്ച് യാതൊരു ആധികാരിക രേഖയും താലൂക്ക് ഓഫീസിൽ ഇല്ലെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് പറയുന്നു. രാജേന്ദ്രൻ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയായതിനാൽ അടിയന്തരമായി തിരിച്ചുപിടിക്കണമെന്ന ശുപാർശയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ശുപാർശ നൽകി 2 വർഷമായിട്ടും രാജേന്ദ്രന് കൈവശമുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർക്കും കഴിഞ്ഞില്ല. നേരത്തെ തന്റെ ഭൂമിക്ക് കരമടച്ചു നൽകണമെന്ന രാജേന്ദ്രന്റെ ആവശ്യം ദേവികുളം തഹസീൽദാരും ഇടുക്കി ജില്ലാ കളക്ടറും തള്ളിയിരുന്നു. തുടർന്നാണ് രാജേന്ദ്രൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ സമീപിച്ചത്. രാജേന്ദ്രന്റെ പേരുള്ള ഭൂമി വ്യാജപട്ടയമാണെന്ന ആധികാരിക റിപ്പോർട്ട് പുറത്തുവന്നത് CPM ഇടുക്കി ജില്ലാ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.